ഹായ്, ഒരു ജിജി ജിജി ജി നെന്നെ കഥയാണ് ഇന്നത്തെ സബ്ജക്റ്റ്. ആക്ച്വലി മോഹൻലാൽ ഉണ്ടല്ലോ, അയാളുടെ ഒരു പ്രതിഭ എന്താണെന്ന് പോലും അയാൾക്ക് അറിയാതെ അയാൾ വല്ലാത്തൊരു ട്രാവലാണ് പോയി പെട്ടിരിക്കണമെന്ന് തോന്നുന്നു കേട്ടോ. വിശദ വിവരങ്ങൾ നമുക്കൊന്ന് രേഖപ്പെടുത്താം. ആര്യനും ജിസേലും തമ്മിൽ ഒരു സുന ഉണ്ടെന്ന് നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടില്ലേ? എനിക്ക് തോന്നിയിട്ടുണ്ട്. അനുമോള് പറഞ്ഞതിനേക്കാൾ ഉപരി അവർ തമ്മിൽ ഒരു ബോണ്ടിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അതിനിപ്പം സെക്സ് ആണോ അല്ല പ്രണയമാണോ അല്ല വേറെ എന്തെങ്കിലും വാഴയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഉണ്ട് രണ്ടുപേരും തമ്മിൽ. ഒരു എക്സാമ്പിൾ പറയാം. അനുമോള് പണ്ട് കിച്ചണിൽ വെച്ചിട്ട്, പണ്ടെന്ന് വെച്ചാൽ അത് തുടങ്ങുന്ന സമയത്ത് കിച്ചണിൽ വെച്ചിട്ട് ആര്യനുമായിട്ടൊരു സംസാരം ഉണ്ടാകുന്നു. അതായത് ആര്യൻ്റെ തല മുട്ടയടിക്കണം എന്നുള്ള ഒരു ടാസ്ക് വരുമല്ലോ. ആ ടാസ്കിൽ ഞാൻ മുട്ടയടിക്കത്തില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു റീസൺ വന്നിട്ട് ആര്യം പറയും, ഞാൻ മുട്ടയടിക്കും അങ്ങനെയാണെങ്കിൽ. അപ്പം നിൻ്റെ അച്ഛന് കുഴപ്പമില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ചട്ടുകം വെച്ച് രണ്ട് പൊട്ടിക്കുന്നുണ്ട് അനുമോള്. അവർ നല്ല ഫ്രണ്ട്സ് ആയിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. ഈ ഒരു സീൻ എടുത്ത് മോഹൻലാൽ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജിസേലിൻ്റെ മുഖത്തുള്ള സർവത്ര രക്തവും വറ്റിപ്പോകുന്ന ഒരു സീൻ കാണുന്നുണ്ട്. അപ്പം അപ്പോഴും മുതൽ ഇവൾക്ക് ജിസേലിന് സത്യമായി ആര്യനോട് ഭയങ്കര പൊസസീവ്നെസ് ആണ്. ഇന്ന് വീക്കെൻഡ് എപ്പിസോഡിൽ രാലു വന്ന് ചോദിക്കുകയാണ്, എന്താണ് നിനക്കൊരു പൊസസീവ്നെസ് ജിസേലെ പറയൂന്ന്. എൻ്റെ പൊന്നിലാലേട്ടാ, നിങ്ങളോടൊരു അല്പ സ്നേഹം ഉണ്ടായിരുന്നു, അതും കൂടെ കളയരുത് കേട്ടോ. അവൾക്ക് പൊസസീവ് ആവേ അല്ലാണ്ടാവേ ഇതൊക്കെയാണ് ഒരു സബ്ജക്റ്റ്. എനിവേ ഒരു ഷോ കണ്ടക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ പറയേണ്ടി വരുമായിരിക്കും അല്ലേ. ഏതായാലും ഉത്തരം വളരെ ഗംഭീരമുള്ളതായിരുന്നു. ഞാൻ അവിടെ ഇരുന്നപ്പോൾ എൻ്റെ കൂടെ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞു വിട്ടിട്ട് അവൻ ലക്ഷ്മിയിലൂടെ പറഞ്ഞെന്ന്. എന്തൊക്കെയാണ് പരാതി എന്ന് കേട്ടോളി. അപ്പോൾ ലക്ഷ്മിയുടെ കൂടെ സംസാരിച്ചു എന്നുള്ളതാണ് പരാതി. അവൻ്റെ കൂടെ അവൾ ഇരുന്നപ്പോൾ എനിക്ക് ഉറങ്ങണം, നീ പോ, എനിക്ക് സംസാരിക്കാനൊന്നുമില്ല, എനിക്കൊന്ന് ഉറങ്ങണം, നമ്മൾ രണ്ടുപേരും കൂടെ ഒന്നിച്ചിവിടെ ഇരുന്നാൽ ക്യാമറ നമ്മളെ ഫോക്കസ് ചെയ്യും, അതുകൊണ്ട് നീ പോ, എനിക്ക് ഇച്ചിരി ഉറങ്ങണമെന്ന് പറയുന്നു ആര്യൻ. അത് കേട്ടുകൊണ്ട് അവനെ ഉറങ്ങാൻ വിട്ടിട്ട് അവൻ പുറത്തേക്ക് വരുന്നു. അവിടെ വന്നിരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ലക്ഷ്മി വന്ന് അവൻ്റെ അടുത്തിരിക്കുന്നു. അവർ തമ്മിൽ വർത്തമാനം പറയണു. സഹിച്ചില്ല ജിസേലിന്. അപ്പോഴാണ് മോഹൻലാൽ ചോദിക്കണം, അത് ശരിയാണല്ലോ ആര്യ, അവൾ നിന്നോട് ഉറങ്ങാൻ പറഞ്ഞാൽ നീ ഉറങ്ങണം, അല്ലാതെ നീ അവിടെ ഇരുന്നുകൊണ്ട് ലക്ഷ്മിയുടെ അടുത്ത് എന്തിനാ വർത്താനം പറഞ്ഞെന്നായിരുന്നു അടുത്ത ചോദ്യം. കൃത്യമല്ലേ? നീ അവളുടെ കയ്യിലെ വെറും പാവയാണ് എന്നാണ് പറയാതെ മോഹൻലാൽ പറയുന്നത്. ജിസേലിന് അതങ്ങോട്ട് ശ്രദ്ധിച്ചില്ല. അങ്ങനെയല്ല, ഞാൻ അങ്ങനെ എങ്ങനെയല്ലോ പറഞ്ഞത്, എന്നോട് സംസാരിക്കേണ്ട, ഉറങ്ങണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അപ്പോഴാണ് ശരിക്കുള്ള കാര്യം ഓപ്പൺ അപ്പ് ചെയ്യുന്നത് ആര്യ. ഇവള് ജിജി 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 എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഈ പൊട്ടത്തി കേട്ടത് ഞാന്നാണ്. എന്ന് വെച്ചാൽ അവൻ ഞാന്ന് പറഞ്ഞു എന്ന്. ഇവള് സംസാരിക്കുന്ന മുഴുക്കൻ ഞാന്നാണ്. അങ്ങനെയല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് ജിജി 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 എന്ന് വെച്ചാൽ കീ 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 എന്നാണെന്ന്. നീ 27 മണിക്കൂറും ചലച്ചോണ്ടിരിക്കും, ശല്യമേ ശല്യമേ എന്നാണ് ആ ചെറുക്കൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഏതായാലും പൊസസീവ്നെസ് എന്താ പീക്ക് ലെവലിലൊന്ന് തെളിയിച്ചു രണ്ടുപേരും കൂടെ. അവസാനം ഞങ്ങളെ മന്ദബുദ്ധികളാക്കാതെ നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിച്ചാൽ മതി. വീട്ടുകാർക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പ്രത്യേകിച്ച് ജിസേലിൻ്റെ വീട്ടിൽ അമ്മയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ആര്യൻ്റെ അമ്മ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. അവരുടെ ഉള്ളിൽ എന്താണെന്ന് ദൈവത്തിനെ അറിയുള്ളൂ. അവരത് കൃത്യമായിട്ട് പറയാത്ത സ്ഥിതിക്ക് നമുക്കത് പറയാനൊക്കത്തില്ല. ഏതായാലും വീട്ടുകാർക്കൊന്നും പെർമിഷൻ ഇല്ല. പിന്നെ രണ്ടുപേരോട് ഒന്നിച്ചാൽ കൊള്ളാം കേട്ടാ. ഈ പൊട്ടന് ആ പൊട്ടത്തിൽ തന്നെയാണ് ബെസ്റ്റ് എന്ന് എനിക്ക് പറയാനുള്ളത്. ഏതായാലും മോഹൻലാലിൻ്റെ ഒരു അധപ്പതനെ കണ്ടിട്ട് സങ്കടം തോന്നി. ജിജി ജിജി ആണോ ഞാണോ അയ്യോ എന്തുവാ. ഏതായാലും ഇതിന് ശേഷം പിന്നെ എപ്പിസോഡ് ലാസ്റ്റ് ആകുമ്പോൾ രണ്ടുപേരും കൂടെ പോയി കോംപ്രമൈസ് ആകുന്നുണ്ട്. ആക്ച്വലി ജിസേൽ കുറച്ച് സീരിയസ് ആണെന്ന് തോന്നുന്നു. ആര്യനെ പോലെയല്ല, കുറച്ചുകൂടെ അവളുടെ ഡെപ്തിൽ ഈ ബന്ധം കണക്കാക്കുന്നു എന്ന് തോന്നുന്നു. പൊട്ടത്തേക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ വേറൊരു കൺസേണും കൂടെ ഉണ്ട് കേട്ടോ. ചിലപ്പോൾ മോഹൻലാൽ ജിഷേലിനെ നിർത്തിയിരിക്കുന്നതോ അല്ലെങ്കിൽ സംസാരിക്കാൻ സ്പേസ് കൊടുക്കുന്നതോ അവിടെ കൊത്തല പിടിച്ച ഒരു മലയാളം ഉണ്ടല്ലോ, അത് കേൾക്കാനൊരു സുഖമുണ്ട് ഇല്ലേ? നമുക്കങ്ങനെ തോന്നില്ല. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വെറുപ്പിൻ്റെ അവസാനം നമുക്ക് ഇവളോട് ഇഷ്ടം തോന്നുകയാണല്ലോ. ശിവനെ, ഇത് എന്തുവാ ഇത്? കോൺഫിഡൻസ് കുറവുണ്ട്. അത് സൗന്ദര്യത്തിലുള്ള, അവൾ സൗന്ദര്യത്തിനെ കണ്ടിരിക്കുന്ന വിധത്തിലുള്ള പ്രശ്നം കൊണ്ടാണ് അവളുടെ കോൺഫിഡൻസ് ലെവൽ അങ്ങനെ ഡൗൺ ആയിട്ടുള്ളത്. മനസ്സിനാണ് സൗന്ദര്യം, മുഖത്തിനല്ല. അത് നമ്മൾ പറയും, പക്ഷേ ചിലരൊക്കെ അത് അങ്ങനെ കൺസേൺ ചെയ്യും. വെളുപ്പാണ് സൗന്ദര്യം എന്ന് പറയുന്നവരുമുണ്ട്, കറുപ്പാണ് സൗന്ദര്യം എന്ന് ഞാൻ പറയും. മനസ്സിനാണ് സൗന്ദര്യം, അല്ലാതെ മുഖത്തിനല്ല, നിറത്തിലുമല്ല. എനിവേ, എന്തായിരുന്നാലും നമ്മൾ അത്രയും ഡെപ്തിലേക്കൊന്നും പോകണ്ട. ഇവരുടെ ജിജി 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 വഴക്ക് ഞാൻ വഴക്കൊന്ന് പറയണമെന്ന് തോന്നിയതുകൊണ്ട് പറഞ്ഞതാണ്. ജിഷേൽ ഇന്ന് കാര്യമായിട്ട് മനസ്സിലേക്ക് കയറിയ ഒരു ദിവസമാണ്. ഒന്നാമത്തെ കാര്യം, ആരെങ്കിലും പറഞ്ഞാൽ സ്വൽബുദ്ധി അല്ല എന്ന് അവൾ തെളിയിച്ചു തന്നു. ഒന്നിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂവിൽ കൃത്യമായി പറഞ്ഞു. അതുമാത്രമല്ല, മോഹൻലാലിന് നെറ്റിക്കിട്ടൊരു അടിയും കൊടുത്തു. ഞങ്ങൾക്കിവിടെ പട്ടിണിയൊന്നും കിടക്കാൻ വയ്യ, തിന്നാലല്ലേ ആരോഗ്യം ഉണ്ടാവുള്ളൂ എന്നുള്ള ആ ചോദ്യം ഉണ്ടല്ലോ, അത് കിടുക്കാച്ചിയായിരുന്നു. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, അനുമോളെ ചാടി കടിക്കുന്നതുകൊണ്ടാണ് ജിഷേലിനോട് ഒരു ശത്രുത. അനുമോളോട് സോഫ്റ്റനായിട്ട് പോയാൽ ഇവിടെ പ്രശ്നമൊന്നുമില്ല.
നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ട സന്തോഷം കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മതി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടെ ചെയ്ത് ഷെയറും കൂടെ ചെയ്യാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ നിലനിർത്തുന്നത്.